ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിക്ഷയം. അസ്ഥികളുടെ നിശബ്ദ കൊലയാളി എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത്. പ്രായം കൂടുന്തോറും എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണിത്. ഒരു പക്ഷേ ഇടുപ്പ്, കൈമുട്ട്, നട്ടെല്ല് എന്നീ ശരീരഭാഗങ്ങളുടെ വേദന ഓസ്റ്റിയോപോറോസിസ് കാരണമായേക്കാം. ഓസ്റ്റിയോപോറോസിസിന് കാരണങ്ങൾ നിരവധിയാണ്. ഭക്ഷണത്തിൽ കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവം, വ്യായാമമില്ലായ്മ, മദ്യപാനം, പുകവലി, സ്റ്റിറോയിഡുകളുടെ അമിത ഉപയോഗം, ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയവ ഓസ്റ്റിയോപോറോസിസിന് കാരണമാകും. ഓസ്റ്റിയോപോറോസിസിന്റെ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യായാമം ജീവിതശൈലിയുടെ ഭാഗമാക്കാം. കാൽഷ്യം ധാരാളം അടങ്ങിയ പാൽ, തൈര്, സോയാബീൻ, ബീൻസ്, ബദാം, ഇലക്കറികൾ, മത്സ്യം എന്നിവ ശീലമാക്കുക. ഓസ്റ്റിയോപോറോസിസിൽ ഫിസിയോതെറാപ്പിയുടെ റോൾ എന്താണെന്ന് നോക്കാം. ഓസ്റ്റിയോപോറോസിസ് എന്നാൽ അസ്ഥികൾ ബലഹീനമാകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇത് എല്ലുകൾ പൊട്ടാനുള്ള സാധ്യത കൂട്ടുന്നു. ഓസ്റ്റിയോപോറോസിസിന്റെ മാനേജ്മെന്റിൽ ഫിസിയോതെറാപ്പി വളരെ പ്രധാനമാണ്. ഫിസിയോതെറാപ്പിയിലൂടെ ശരീരത്തിന് അനുയോജ്യമായ വ്യായാമങ്ങൾ നിർദ്ദേശിക്കും. ഇതിലൂടെ നമ്മുടെ അസ്ഥിയും മസിലും ശക്തിപ്പെടുന്നു. കൂടാതെ ഇനി ഉണ്ടായേക്കാവുന്ന പരിക്കിന്റെ ആഘാതത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അടുത്തത് പോസ്ചറും ബാലൻസും. മോശം പോസ്ചറും ബാലൻസ് കുറവുമാണ് വീഴ്ചകൾക്ക് കാരണമാകുന്നത്. ഫിസിയോതെറാപ്പി ശരിയായ പോസ്ചറും ബാലൻസും മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇത് വീഴ്ച ഒഴിവാക്കും. അടുത്തത് വേദന നിയന്ത്രണം. ഓസ്റ്റിയോപോറോസിസ് വേദനയും ഉണ്ടാക്കും, പ്രത്യേകിച്ച് ഫ്രാക്ചറിന് ശേഷം. ഫിസിയോതെറാപ്പിയിൽ വേദന കുറയ്ക്കാൻ ഇലക്ട്രോതെറാപ്പി, മാനുവൽ തെറാപ്പി എന്നിവ ഉപയോഗിക്കുന്നു. അടുത്തതായി ഫ്രാക്ചർ റിഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസം. ഒരു ഫ്രാക്ചറിന് ശേഷം ഫിസിയോതെറാപ്പി അത്യാവശ്യമാണ്. ഇത് ശരീരത്തിന്റെ ചലനശേഷിയും ശക്തിയും പുനഃസ്ഥാപിക്കാൻ സഹായിക്കും. കൂടാതെ രോഗികളെ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചെത്താനും സഹായിക്കും. അതുകൊണ്ട് ഫിസിയോതെറാപ്പിയും നല്ല ജീവിതശൈലിയും കൊണ്ട് ഓസ്റ്റിയോപോറോസിസ് എന്ന നിശബ്ദ കൊലയാളിയെ പ്രതിരോധിക്കാം.